1 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ പറ്റുന്ന കറികളാണിത്. 4 വിധം കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് തുവാക്കുടിച്ചി എന്ന് പറയും. ഇത് അപ്പത്തുകയാണ്, വള്ളിത്തുകയല്ല, അപ്പത്തുകയാണ്. ഇത് കൊണ്ടൊരു താളിപ്പുണ്ടാക്കാം. ഇത് മുരിങ്ങൻ്റെ ഇലയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധ ഇതറിയാത്തവരുണ്ടാവില്ല. ഇത് മുട്ടയാണ്. ഇത് മുട്ട കൊണ്ടൊരു താളിപ്പുണ്ടാക്കാം. ഇത് വെണ്ടയ്ക്കയാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് എടുത്ത് കൊടുക്കുന്നത്. നമ്മൾ കൈയിൻ്റെ ഈ ഭാഗത്തൊക്കെ തട്ടിയ ചൊറി. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറിച്ചെടുക്കേണ്ടത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈമേലൊരു കവറിട്ടിട്ടും പറിച്ചെടുക്കാം. ഇത് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചതാണ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ അത് കഴുകിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്ത് തട്ടിയാലാണ് ചൊറിയുക. ഇല്ലയെന്നുണ്ടെങ്കിൽ കവർ കയ്യിലിട്ടിട്ട് കൈയെടുത്താലും മതി. ഇത് ഞാൻ കൈയെടുത്തതാണ്. നിങ്ങൾക്കൊന്നും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലോണം വരതി കഴുകണം. ഈ പേടിയുള്ളവർ കയ്യുമേലൊരു കവറിട്ടിട്ട് കഴുകിയാലും മതി. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്ത അതിമലിഞ്ഞ് നല്ല പൊടിയുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലുണ്ടാവും. ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ പൊടിയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണിച്ച ആ ഇലമത്തെ പൊടിയാണ്. ആദ്യത്തെ ഞാൻ കഴുകിയിട്ടായിരുന്നു ഇതിൽ വെച്ചത്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ചളിയാണിത്. നമുക്ക് കഴുകിയെടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാറ്റിലേക്കും ആവശ്യമുള്ളതാണ് ഈ 3: പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി. വലിയ ഉള്ളി മുട്ടിയിലേക്ക് ആവശ്യമുള്ളതാണ്. ഇത് 3 ഈ 4 കറിയിലേക്കും ആവശ്യമുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കറിയിൽ താളിപ്പ് ഒഴിക്കുന്നേരത്തെ ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞാൻ അത് ഒരു കറി നിങ്ങൾക്ക് അങ്ങനെ ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും കഞ്ഞിവെള്ളം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് അത് കാണിച്ചു തരും. ഇതെല്ലാം നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഈ അരിഞ്ഞ് റെഡി ആകുമ്പോഴേക്കും നമുക്ക് കഞ്ഞിവെള്ളം ഇലയിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അതേമാതിരി ഇത് ഞാൻ കാണിച്ചു തന്ന അപ്പത്തുകയാണ്. അതും ഇതേമാതിരി വേവിക്കാൻ വെക്കാം. പച്ചമുളക് ഞാൻ എണ്ണയിൽ വഴറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കാറ്. ലാസ്റ്റ് ഇത് ഞാൻ തൂമ്പിക്കാറുള്ളത്. ചില ആളുകൾ ആദ്യം തന്നെ തൂമ്പിച്ച് വെക്കുന്നവരുണ്ട്. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. എനിക്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ താളിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉള്ളിയെല്ലാം ഇതിൽ വെന്തലിഞ്ഞ് പോകും. അപ്പോൾ അതിലേറെ നമുക്ക് ഇത് വെന്തിൻ്റെ ശേഷം താളിച്ച് കൊടുത്താൽ അത് അതിൽ തന്നെ ഉണ്ടാവും. പച്ചമുളക് ഇതിലേക്ക് നേരിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ താളിച്ച് എണ്ണയിൽ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് നിങ്ങളെ അളവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പലർക്കും ഉപ്പും എരിവും ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പിന്നെ വേറെ ഒരു സംഭവിച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ ഒരു തുള്ളി എണ്ണ നിങ്ങൾ അതിനോട് കൂടെ ഒഴിച്ച് കൊടുക്കണം. അത് അപ്പോഴേ നിങ്ങൾക്ക് ഈ എണ്ണൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അരി തന്നെ നല്ല മയത്തിൽ വരും. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉള്ളികളൊക്കെ റെഡിയാക്കാം. ഇനി ഇതുപോലെ വെണ്ടയ്ക്ക വേവിക്കാൻ പറ്റൂല. അതുപോലെ മുട്ട താളിക്കുമ്പോഴും ഇതുപോലെ ചെയ്യാൻ പറ്റൂല. അത് രണ്ടിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഇനി നമുക്ക് ഇത് മൂടിയിട്ട് വേവിക്കാൻ ഇനി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പം നമ്മളെ ഈ 2 കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇനി ഒരു അടുപ്പത്ത് ഒരു ചട്ടി വെച്ചിട്ട് തീ നന്നായിട്ട് കൂട്ടി കൊടുക്കുക. ഇത് ഓഫാക്കി. ഇത് രണ്ടും ഞാൻ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഉള്ളി ഇതാക്കാം. നല്ല എണ്ണ അതിൻ്റെ ശേഷം ഇപ്പോൾ ഉള്ളികളെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉള്ളികളിട്ട് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി
ഞാൻ എല്ലാറ്റിലും വെളുത്തുള്ളി ഇടലുണ്ട്. വെളുത്തുള്ളി ഇട്ടാൽ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഉണ്ട്. അത് പറ്റാത്തവരാണെങ്കിൽ ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. പക്ഷേ അത് ഒന്നുണ്ട് പച്ചച്ചായ മാറിയതിന് ശേഷം നമുക്ക് മറ്റുള്ള ഉള്ളികൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് നല്ല ഒന്ന് മൂത്ത് വരണം. ചോക്ക ആവണ്ട. ചോക്ക ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ടേസ്റ്റ് കിട്ടൂല. അധികം ചോപ്പ് ആവാതെ. ഇതിപ്പോൾ നമ്മൾ 4 എണ്ണത്തിലേക്കുള്ള ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ഇതിലേക്ക് മാത്രമുള്ളതല്ല, 4 എണ്ണത്തിലേക്കുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വേണമെങ്കിലും അങ്ങനെ താളിച്ചെടുക്കാം. ഞാനത് 4 എണ്ണത്തിലേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇത് 4 എണ്ണത്തിലേക്കുള്ളതാണ്. എണ്ണ നിങ്ങൾക്ക് അനുസരിച്ച് യൂസ് ചെയ്യുക. ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ നിങ്ങൾക്കനുസരിച്ചാണ് യൂസ് ചെയ്യാനുള്ളത്. എണ്ണ, ഉപ്പ്, എരിവ് അത് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. മുളക് ഇങ്ങനെ വഴന്നാൽ, എണ്ണയിൽ കിടന്ന് വഴന്നാൽ നല്ല ടേസ്റ്റും. ഈ ഉള്ളിയിലേക്കൊക്കെ ഈ മുളകിൻ്റെ എരിവ് പിടിക്കും. ഞാൻ ചില സമയത്ത് ഇങ്ങനെ ഉള്ളി വഴന്നതിന് ശേഷം ഇങ്ങനെ മുളക് ഓരോന്ന് ഇങ്ങനെ എടുത്തതിൻ്റെ ശേഷം ഇലയിലിട്ട് വേവിക്കാറുണ്ട്. അപ്പം ഞാനത് അങ്ങനെ തന്നെ വേവിച്ചിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ നമ്മളിപ്പോൾ വേവിച്ച കൂട്ടത്തിൽ തന്നെ മുളകിട്ട് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വേഗം വെക്കാൻ പറ്റുന്നൊരു കറിയാണ്. പെട്ടെന്ന് ആയി കിട്ടും. കഞ്ഞിവെള്ളം ഇല്ലാത്തവർക്ക് ചെയ്യാൻ ഇത്ര വെള്ളത്തിലേക്ക് ഇത് അരിപ്പൊടിയാണ്, അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. വറുത്തതായാലും ഇതായാലും കുഴപ്പമില്ല. ഇത് കട്ടൊടിച്ച് കണ്ട് ഇത് താളിച്ചെണ്ണയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ അതേ ഇത് കിട്ടും. പക്ഷെ കൂടുതൽ അരിപ്പൊടി ചേർത്താൽ ആകെ കട്ട കിട്ടും. ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. കൂടുതൽ അരിപ്പൊടി ഇട്ട് കൊടുക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ അരിപ്പൊടി ഇട്ടത് ഇപ്പോൾ നമുക്ക് ഇനി വെണ്ടക്കയിലേക്കുള്ളതാക്കി എടുക്കാം. ഇതിനെ ഞാൻ വെണ്ടക്കയിലേക്കുള്ള താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഓരോന്നിലേക്കും നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. ഞാൻ എടുക്കുന്നത് ഇത് മുട്ടയിലേക്കുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് വെണ്ടക്കൊക്കെ ജസ്റ്റ് ഒന്ന് വേവിച്ച് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മുട്ടയിലേക്കുള്ള ഉള്ളി കോരി വെച്ചത്. വെണ്ടക്കയിലേക്കുള്ള ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടക്ക വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊരു അടുപ്പത്ത് വെച്ച് കത്തിച്ച് വേവിച്ചെടുക്കാം. അത് അധികം വേവാനൊന്നുമില്ല. അപ്പോഴേക്കും ഇത് മുട്ടയിലേക്കുള്ള വലിയ ഉള്ളിയാണ്. അത് ഇതിൽ ജസ്റ്റ് വാടിയാൽ മതി. വെണ്ടക്ക വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ടക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിലേക്കുള്ള ഉള്ളിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം.
ഉപ്പ് എരിവും നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ടാൽ മതി. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. കഞ്ഞിത്തുക എടുക്കുന്ന സമയത്ത് നല്ല മൂത്തത് എടുക്കരുത്. മൂത്ത ഇല എടുക്കണ്ട, ഇളയ മരത്തുമെന്ന് എടുത്താൽ മതി. പിന്നെ പുഴുണ്ടാന്നൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ പെട്ടെന്ന് നമ്മളെ എല്ലാ കറികളും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഉള്ളി ഇത് രണ്ടാമത് വെണ്ടക്ക വഴറ്റിയപ്പോൾ അതിലുണ്ടായിരുന്ന ഉള്ളി ഒന്ന് ചോന്ത് പോയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കളർ മാറിയത്. ഇങ്ങനെ കളർ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത് വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാൻ. ഇതിങ്ങനെ ആ ഉള്ളി ചോന്ത പോയതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് മാറിയത്. ഇപ്പോൾ മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ 4 കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ എല്ലാറ്റിലും ഉപ്പെല്ലാം ഉണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു മിനിറ്റ് മതി നിങ്ങൾക്ക് കറികൾ ഉണ്ടാക്കാൻ. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. നല്ല ടേസ്റ്റുള്ള കറികളാണിത്. എരിവും ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നിങ്ങൾക്ക് മുളകിൻ്റെ ഇല ഇങ്ങനെ താളിച്ചെടുക്കാൻ പറ്റും. അത് ചെറിയ മുളകിൻ്റെ ആയാലും വലിയ മുളകിൻ്റെ ആയാലും ഇതേമാതിരി നിങ്ങൾക്ക് താളിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ്. എല്ലാവരും ഇതുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു.